അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് പണിയെടുത്തു എന്നല്ല കേട്ടോ, നമ്മൾ മുടക്കണ കാശ് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുകയാണ് കേട്ടോ. അപ്പോൾ ഈ സോളാർ പാനലിൻ്റെ വർക്കിൽ എന്താണ് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഡയറക്റ്റ് KSEBിലേക്ക് കറണ്ട് വിൽപ്പന ചെയ്യുന്ന പോലെയാണ്. വിൽപ്പന തന്നെയാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് അതിൽ വരുന്ന ബില്ല് എത്രയാണോ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിയാണിത്. അതായത് കേരളത്തിലെല്ലാവിടെയും ഇപ്പോൾ കേരളത്തിൽ നല്ല ഇന്ത്യയിലോ ഒട്ടുമിക്ക എല്ലാവിടെയും നമ്മളിപ്പോൾ സോളാർ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായിട്ട് ഏകദേശം എല്ലാവിടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടുകളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സിഡി കാര്യങ്ങളോടുകൂടി തന്നെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സബ്സിഡി കിട്ടുന്നുണ്ട്. അതുപോലെ കമ്പനികൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സിഡി കിട്ടില്ല. അത് മാക്സിമം നമ്മളെപ്പോലെ ചെയ്യുന്നവർ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മളതിൽ മാക്സിമം നമ്മളെ പറ്റുന്നത്ര ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമുക്ക് ലാഭം കിട്ടുന്ന പരിപാടി എങ്ങനെയാണെന്ന് നോക്കണം. കാരണം പാനലിൽ വന്നിട്ട് ബൈഫേഷ്യൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. അതായത് രണ്ട് സൈഡും കിട്ടണം. അതായത് ആദ്യത്തെ പാനലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ മാത്രമേ ഈ സോളാറിൻ്റെ ഇത് കാണുന്നുള്ളൂ, താഴത്തുനിന്ന് കാണില്ല. അതായത് താഴെ ഫുള്ള് വൈറ്റ് ആയിരിക്കും. അപ്പോൾ അതല്ല നമ്മളിപ്പോൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ബൈഫേഷ്യലാണ് എടുക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും പാനൽ കാണും, വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള പ്രൊഡക്ഷനും കിട്ടും. താഴത്തുനിന്ന് നമ്മൾ ഫ്ലോറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് അടിക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ മുഖേന അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കിട്ടും. അത് നമ്മൾ മുടക്കുന്ന കാശ് ലാഭമാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളിൽ നമുക്ക് നോക്കണം. അതായത് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ലാഭിക്കാൻ പറ്റുക എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ നമ്മൾ സ്ട്രക്ചർ അടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം നിൽക്കുന്ന സാധനത്തിന് സ്ട്രക്ചർ അടിക്കുമ്പോൾ ബേസ്മെൻറ്റാണ് നമ്മൾ എല്ലാവരും നോക്കണം. ഒരു വീട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റി കൂടിയിട്ടുള്ള തന്നെ നമ്മൾ അടിക്കണം. ചില ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽസൊക്കെ ഭയങ്കര ചെറിയ പൈപ്പൊക്കെ ഇട്ടിട്ടൊക്കെ അടിക്കുന്നത്. നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം കസ്റ്റമർ എങ്ങനെയാണെന്നുള്ളത് നമുക്കതിൽ നോക്കണം. കാരണം കസ്റ്റമർ ലാഭം നോക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയലാണ് അതിൽ വരിക. അതേപോലെ തന്നെ നമ്മൾ പരമാവധി നമ്മൾ പറയും ഇങ്ങനത്തെ മെറ്റീരിയൽ ഇടണം എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇട്ടിടുന്നത്. അതിനനുസരിച്ചുള്ള ചാർജാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ തന്നെയാണ് ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഇപ്പോഴത്തെ ഈ ഷീറ്റിൽ കണ്ടു, ഷീറ്റ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ബൈഫേഷ്യലിൻ്റെ പാനലായതുകൊണ്ട് പ്രൊഡക്ഷൻ ഒരുപാട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ കണ്ടില്ല, അത്രയും ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ അടിക്കുന്നത്. കാരണം നമ്മൾ തന്നെയാണ് അവിടെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ എല്ലാം ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മുടക്കുന്ന കാശ് ലാഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പാനൽ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ബില്ല് നോക്കിയിട്ട് അതിൽ ബില്ല് എത്രയാണോ അതിൻ്റെ വരുന്ന പ്രൊഡക്ഷൻ എത്രയാണോ നോക്കിയിട്ട് മൈനസ് ചെയ്ത് ബാലൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ ഇതൊരു നമുക്ക് വരുമാനം പോലെയാണ്. അതായത് നമുക്ക് KSEBിക്ക് കറണ്ട് വിൽപ്പന ചെയ്യുന്ന പോലെ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഡയറക്റ്റ് KSEBിക്ക് വിൽപ്പന നടത്തുകയാണ്. അവർ തരുന്ന കറണ്ടിൻ്റെ ചാർജ് അവർ പിടിച്ചിട്ട് ബാലൻസ് നമുക്ക് തരും. അങ്ങനെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കണം. അതുപോലെ നമുക്ക് ഇനി വർക്ക് കാര്യങ്ങൾ എവിടെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. കേരളത്തിൽ എല്ലാവരുടെയും നമ്മൾ വന്ന് ചെയ്യുന്നതായിരിക്കും. അതിങ്ങനെ റൂഫിൻ്റെ മുകളിലാണോ സാധാ ഷീറ്റിൻ്റെ മുകളിലാണോ അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റി തന്നെയുള്ള സാധനങ്ങളാണ്. എല്ലാത്തിലും അതിൻ്റെ കമ്പനി പേര് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ സാധനമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിൽ അറിയും നമ്മുടെ സ്ട്രക്ചർ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൽ ഉപയോഗിക്കുന്ന പാനൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ UTLൻ്റെയാണ് നമ്മൾ ഇതിലുള്ള മീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ഇലക്ട്രീഷ്യൻ്റെ പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ KSEBിന്ന് മീറ്റർ കൊണ്ടുവന്ന് വെക്കാനുണ്ട്. ഇത് DC മറ്റേ നമ്മുടെ കറണ്ടിൻ്റെ MCB കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ UTLൻ്റെ ഈ ഒരു പവർ സിസ്റ്റത്തിലാണ് നമ്മൾ എത്ര യൂസേജ് കാര്യങ്ങൾ പ്രൊഡക്ഷനൊക്കെ അറിയുന്നത്. അതേപോലെ
ഇതും ഒരു DC ജംഗ്ഷനാണ് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ വരുന്നതിൻ്റെയാണ് ഒക്കെ. അതുപോലെ എർത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയറിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ വിട്ടിട്ടാണ് അപ്പുറത്തെ പൈപ്പിലൂടെ എടുക്കുന്നത് കേട്ടോ. ഇവിടേക്ക് ഇനിയും പണി ബാലൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ അടിക്കുന്നത്, പാനൽ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് നമ്മൾ അടുത്ത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഇത് ഈ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ പാനൽ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കയറാനുള്ള വകി പാത്തൊക്കെ നമ്മൾ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിച്ചാൽ മതി. നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.